അനിൽ നമ്പ്യാർ, അവിടെ ഈ തിരച്ചിലെല്ലാം പരമാവധി വീണ്ടും ഈ 6ാം നാളും പുരോഗമിക്കുകയാണ്. ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ ഒരുപക്ഷെ ഉറ്റവരെയും ഉടയവരെയും അതുവരെ ഉണ്ടായ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷേ അവരുടെ പുനരധിവാസം ഏറ്റവും അധികം പ്രാധാന്യം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ വളരെ ശക്തമായി, മാത്രമല്ല നടപടികൾ ചെയ്യേണ്ട സമയം തന്നെ ആയിരിക്കുകയാണ്. അവിടെ നിന്ന് താങ്കൾക്ക് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഞാൻ ചൂരൽമല അങ്ങാടിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ഈ നാട്ടുകാർ, അതായത് ഇവിടെ ഈ അങ്ങാടിയിൽ കട നടത്തുന്നവർ ഉണ്ട്, അതുപോലെ നാട്ടുകാർ ഉണ്ട്. കടകൾ നഷ്ടപ്പെട്ട, വീടുകൾ നഷ്ടപ്പെട്ട, അതുപോലെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് അവരിങ്ങോട്ട് വന്നില്ല. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് ഈ അങ്ങാടിയിലെത്തി കടകൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ നോക്കാൻ വേണ്ടി ആണ് അവർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പേരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? നിയാസ്. ഇവിടെ കട നടത്തുന്നതാണ്. ഞങ്ങളിവിടെ ഒരു 70ഓളം കടകളാണുള്ളത്. ഇവിടെ ഉരുൾപൊട്ടലിൽ ബന്ധപ്പെട്ട ആളുകളും അവരെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു ടൗണാണിത്. ചെറുകിട ടൗണാണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സും, അത് ഞങ്ങളുടെ കൂടപ്പിറപ്പ് പോലത്തെ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്നും കാണുന്നത്, ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ഞാനൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. എന്ന് ഞങ്ങളെ കുടുംബക്കാരെക്കാൾ കൂടുതൽ ഞങ്ങൾ ഇടപഴകുന്നതൊക്കെ ഇവിടുത്തെ കസ്റ്റമേഴ്സ്, ഈ മരണപ്പെട്ട ആളുകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇടപഴകുന്നത്. അവരൊക്കെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു വരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ ടൗണും ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ എത്രയായാലും ഇതൊരു കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എത്ര കാലമായിട്ട് ഇവിടെ കട നടത്തുന്നുണ്ട്? എന്ത് ബിസിനസ്സാണ്? ഞാൻ ഉള്ളത്, എൻ്റെ അടുത്ത് ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്വെയർ ആണ്. ഞങ്ങൾ ഇവിടെ ഉള്ളത് എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഫ്ലോർ മില്ല് അടക്കം, അതായത് ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, ചായക്കടകൾ, ഹോട്ടലുകൾ, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം കൂടി അടങ്ങിയ ഒരു ചെറിയ ടൗണാണിത്. പുത്തുമല ഉരുൾപൊട്ടലിന് ശേഷം നമുക്ക് ആകെയുള്ളത് ഈ ഇവിടെ പിടിച്ചിപ്പോൾ ഈ നഷ്ടപ്പെട്ട വീടുകൾ അവർ മാത്രം ആശ്രയിച്ചുള്ള ഒരു ടൗണാണിത്. അപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സും നഷ്ടപ്പെട്ടതിൻ്റെ പുറമെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര കുടുംബങ്ങൾ കാണും ഇവിടെ ഈ ഒരു ചെറിയ മേഖലയിൽ? ഈ മുണ്ടക്കൈയിലുള്ളവരും ഈ സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങോട്ട് വരാറുണ്ടോ, അതോ അവിടെ കടകളൊക്കെ ഉണ്ടോ? മുണ്ടക്കൈയിൽ കുറച്ച് കടകളാണ് ഉണ്ടായിരുന്നത്. അവരെ മേപ്പാടി പഞ്ചായത്തിൽ, മേപ്പാടി ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു ടൗൺ എന്ന് പറയാൻ ഇതാണ്ടായിരുന്നത്. ഇവിടെ ടൂറിസവും അതേപോലെ റിസോർട്ടും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇവിടെ മുണ്ടക്കൈ ഇപ്പോൾ സ്കൂൾ റോഡ്, പിന്നെ ഈ പുഴ പോകുന്നത് ഇങ്ങനെ പുതിയ വില്ലേജ് റോഡ് എന്നറിയും. അവിടുത്തെ വീടുകളും പൂർണ്ണമായിട്ടും ഈ ടൗണിലെ എല്ലാ വീടുകളും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. 3 വാർഡാണ്. കുറച്ച് വീടുകളുള്ളത് ഇപ്പോൾ ഇതിൽ മാറി നിൽക്കുന്ന വീടുകളാണെങ്കിൽ ഇനി ഉപയോഗശൂന്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇനി ഒരു കച്ചവട സാധ്യത പോയിട്ട് ഒന്നും ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലാണ്ടായിരിക്കുകയാണ്. ഞങ്ങളെല്ലാമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ താമസിക്കുന്നവരുടെ അടുത്താണോ? വീട് തൊട്ടപ്പുറത്താണ്. ഇതിൻ്റെ ടൗണിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് വീട് നിൽക്കുന്നത്. ഞങ്ങളെ ഫാമിലീസും കുറച്ച് ആളുകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അതിന് പുറമെ അതിൽ കൂടുതൽ വേദന ഞങ്ങൾ കസ്റ്റമേഴ്സാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകളാണ് അവരായിട്ട്. ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ആളുകൾ, അവരെ കുടുംബങ്ങളടക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പൊതുവേ ഇവർ ഇപ്പം അവിടെ മുണ്ടക്കൈയിലുള്ളവരൊക്കെ വലിയ സമ്പന്നരാണെന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇവിടെയുള്ളവരൊക്കെ സാധാരണക്കാരാണോ? മുണ്ടക്കൈയിലുള്ള കുറച്ച് ആളുകളൊക്കെ ഗൾഫിലും മറ്റുമായിട്ട് കുറച്ച് ആളുകളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളാണ്, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പാവപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. പിന്നെ അവർക്ക് ഞങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന പറഞ്ഞാൽ അവരെ കുറേ ഞങ്ങൾ പറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നവർ, മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് തരുന്നത്, ഇങ്ങനെയൊക്കെയാണ് അവർ. അത്രയും ബന്ധമാണ് അവരായിട്ട് ഞങ്ങൾക്ക്. അവരാണ് ഞങ്ങളെല്ലാം. അവരാണ് ഇതിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്.